ഇന്നത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു അർജന്റായിട്ട് വാഷിങ്ടണിലേക്ക് പറക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമില്ല. തുർക്കിയിൽ രണ്ട് മൊസാദിൻ്റെ ഏജന്റുകളെ അറസ്റ്റ് ചെയ്തു. അവരുടെ ഫോട്ടോസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവർ 2013 ഇസ്രായേൽ ഇവരെ തുർക്കിയിലേക്ക് ഡിപ്ലോയ് ചെയ്തതാണ്. ഇവരെ പിടികൂടിയെന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത്. അതേപോലെ ഇവർ ടൈൽസ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നതായിട്ട്, മാർബിൾ കമ്പനി നടത്തിക്കൊണ്ടിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇവരുടെ കോഡ് വേർഡ് ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ കോഡ് വേർഡുമായിട്ട് ബന്ധപ്പെട്ട് പലതവണയായിട്ട് ഈ കോഡ് ഭാഷ ആവർത്തിക്കപ്പെടുകയും മൊനീട്ടം എന്നുള്ളൊരു കോഡാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. മൊനീട്ടം ആ കോഡ് ഭാഷ ഇവർ എപ്പോഴും പറഞ്ഞ് സംസാരിക്കുന്നത് കൊണ്ടാണ് ഒരു ദുരൂഹത തോന്നിയിട്ട് ഇവരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ തുടർന്ന് ശരിക്കും ഇസ്രായേലിൻ്റെ മൊസാദ് മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈജിപ്തിലുണ്ട്, ജോർദാനിലുണ്ട്, തുർക്കിയിലുണ്ട്. പ്രധാനമായിട്ട് നിലവിൽ തുർക്കിക്കും ഇസ്രായേലിനും ഇരിപ്പ് വശം അത്ര ശരിയല്ല. പ്രധാനമായിട്ട് തുർക്കി വളരെയധികം സിറിയയ്ക്കുള്ളിൽ സ്വാധീനം ചെലുത്തി സിറിയയിലെ അഹമ്മദ് അൽ ഷാരായി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് എൻറ്റയർ സിറിയ, ഈ ഹസാക്ക എന്ന് പറഞ്ഞ ആ സ്ഥലം വരെ ഇപ്പം HTS കയറി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഹസാക്ക എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് കയറി പോകാൻ കുറച്ച് വിസമ്മതിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അമേരിക്ക തന്നെ സഹായിച്ച് അമേരിക്കയുടെ ഹെലികോപ്റ്ററിന്റെ അകമ്പടിയോടുകൂടി HTS ടീം ഹസക്കയിലേക്ക് കയറി പോകുന്ന ആ രംഗമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കൂടി കുർദുകളുടെ കയ്യിലുണ്ടായിരുന്ന സിറിയയുടെ സ്പേസ്. അപ്പോൾ ഇപ്പോൾ കുർദുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നടുക്ക് സിറിയയിലുള്ള സ്ഥലത്ത് ഇപ്പോൾ കുർദുകളില്ല. സിറിയക്കുള്ളിൽ ഇനിയിപ്പം ഒറ്റപ്പെട്ട ആരെങ്കിലൊക്കെ താമസിക്കുന്നുള്ളത് നമുക്കറിയില്ല. ഇല്ലെങ്കിൽ ഈ HTS ഭരണകൂടവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിലുപരിയായിട്ട് ഒരു മിലിറ്ററി ട്രൂപ്പ് അഥവാ ഒരു മിലീഷ്യ ആയുധങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ അഥവാ ഒരു സെക്യൂരിറ്റി എന്നുള്ള നിലയിൽ ഇപ്പോൾ കുർദുകൾ അവിടെ ഇല്ല. അപ്പോൾ അതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അമേരിക്ക അകമ്പടി പോകുന്ന രംഗമാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക കുർദുകളെ തേച്ചിട്ട് HTSനോടൊപ്പം നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ശരിക്കും തുർക്കിയുടെ പങ്ക് വളരെ വലുതാണ്. തുർക്കിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് അഹമ്മദ് അൽ ഷാരാക്ക്. അപ്പം ഇതിനെ തുടർന്ന് അമേരിക്കയുടെ സപ്പോർട്ടും ഉണ്ട്. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇസ്രായേലിന് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരുപാട് വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതായത് എത്ര തവണ ട്രംപിൻ്റെ അടുത്ത് പോയിട്ട് ആവർത്തിച്ച് നെതന്യാഹു പറഞ്ഞു വെച്ചാലും കാര്യങ്ങൾ അതേപടി നടക്കുന്നില്ല. നെതന്യാഹു ഒന്ന് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. ആ രീതിയിലാണ് ട്രംപിൻ്റെ പെരുമാറ്റങ്ങൾ. അത് ഫോർ എക്സാമ്പിൾ ഗാസയുടെ പീസ് അക്കോർഡ് ആയിക്കോട്ടെ, അതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ ഗാസ പീസ് അക്കോർഡല്ല നടക്കുന്നത്. ഇനി റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും അവിടെ ഗാസയ്ക്കുള്ളിൽ കാര്യങ്ങൾ വെടിപ്പായിട്ട് നടക്കുന്നില്ല. അല്ലാതെ ഗാസ പറഞ്ഞതുപോലെ അവിടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റായിട്ട് ഒന്നെങ്കിൽ അവിടെ ആരെങ്കിലും ഇറക്കി പണി ചെയ്യിപ്പിക്കാനോ ഇവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിക്കാനോ അമേരിക്ക മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പരാതി. അത് കഴിഞ്ഞാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ്റെ ഉള്ളിലാണെങ്കിൽ ഡീൽ എന്നുള്ള നിലയിലേക്ക് അമേരിക്ക എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ കൂടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചത് ഗോൾഫ് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പോവാണ്. ഇറാൻ 0% എൻറിച്ച്മെന്റിന് സമ്മതം അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവരുടെ മേളിൽ ആക്രമണം നടത്തേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. ഇത് പണ്ടേ അവരെടുത്തിരുന്നെങ്കിൽ മിഡ് നൈറ്റിൽ B2 ബോംബറുമായിട്ട് വന്നിട്ട് ആ ഓപ്പറേഷൻ നടത്തേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇനി ഇപ്പോഴെങ്കിലും അവർക്ക് നല്ല ബുദ്ധി വന്നത് നന്നായി. അപ്പോൾ എന്തായാലും അവർ 0% എൻറിച്ച്മെന്റ് എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വെറും ബെഡായാണ്. ശരിക്കും ഈ വിഷയത്തെക്കുറിച്ച് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചാണ്. ട്രംപ് പറയുന്ന ഒരു പോയിന്റ് പോലും അവിടെ പറയുന്നില്ല അബ്ബാസ് അറക്ചി. അതുപോലെ തയ്യബ് എർദോഗൻ, തുർക്കിയുടെ പ്രസിഡന്റ് തയ്യബ് എർദോഗൻ 2 ദിവസത്തെ ഒഫീഷ്യൽ വിസിറ്റിന് ഈജിപ്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അബ്ദുൽ ഫത്താ അൽ സിസിയുമായിട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് 350 മില്യൻ്റെ ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും. അതായത് തുർക്കിയിൽ നിന്നും ആയുധങ്ങൾ ഈജിപ്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇസ്രായേൽ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് ഇവിടെ പല വിഷയങ്ങളിലും വിയോജിപ്പുണ്ട് മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ ഇന്നാണെങ്കിൽ തയ്യബ് എർദോഗൻ ഇന്ന് ജോർദാൻ സന്ദർശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇവരെല്ലാവരും കൂടി ചേർന്ന് സംസാരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഗാസ വിഷയം, ഗാസ റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ പാലസ്തീൻ സ്റ്റേറ്റ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൻ്റെ ഒക്കുപേഷൻ, ഇതൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തുന്നതായിട്ട് പറയുന്നത്. ഇതിലുപരിയായിട്ട് തുർക്കിക്ക് ഒരു അഡീഷണൽ പ്ലാൻ ഉള്ളത് ഗോലാൻ ഹൈറ്റ്സ്, പുതിയതായിട്ട് ഇസ്രായേൽ കയറി പിടിച്ചിരിക്കുന്ന ഗോലാൻ ഹൈറ്റ്സിൽ ആ ഹെർമോൺ മലനിരകൾ തൊട്ട് താഴെ കൊനെഡ്ര വരെ, അതായത് ഡ്രൂസ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന അസുവൈദ വരെയുള്ള സ്ഥലങ്ങൾ ഇസ്രായേലിൻ്റെ പക്കൽ നിന്ന് തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയിട്ട് HTS അഹമ്മദ് അൽ ഷറയെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് തുർക്കിയുടെ തീരുമാനം.
അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഇസ്രായേലിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ചുറ്റോട് ചുറ്റാകെ മൊസാദിന്റെ ഏജൻസികളെ വെച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇപ്പൊ അർജന്റായിട്ട് നെതന്യാഹു സെക്യൂരിറ്റി ഫോഴ്സോട് കൂടി നേരെ അമേരിക്കയിലേക്ക് വെച്ച് പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം തിങ്കളാഴ്ച ആയിരിക്കും ഇനി ട്രംപിനെ മീറ്റ് ചെയ്യാൻ പറ്റുക. അതായത് എമർജൻസി അപ്പോയിന്റ്മെന്റ് ആണ്. ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ തുർക്കി പിടിച്ച 2 മൊസാദ് ഏജന്റുകളാണെന്നാണ് പൊതുവിൽ വാർത്തകൾ വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയെ വിളിച്ച് സംസാരിച്ച് ഒരു നെഗോസിയേഷനിലെത്തി ഈ മൊസാദ് ഏജന്റുകളെ ഒന്നെങ്കിൽ രക്ഷപ്പെടുത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ തുർക്കിയുമായിട്ടൊരു നെഗോസിയേഷൻ, അതിന് വേണ്ടിയിട്ടാണെന്നാണ് പൊതുവിൽ വാർത്തകൾ വരുന്നത്. എനിവേ ഇതിന്റെ അപ്ഡേറ്റ്സ് എന്തായാലും വരട്ടെ. തീർച്ചയായിട്ടും അമേരിക്കയിൽ ചെന്ന് നെതന്യാഹു ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയും. നിലവിലെ കാര്യങ്ങളെല്ലാം ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ യുദ്ധം ചെയ്ത് നേടി വെച്ചിരിക്കുന്ന കുറച്ച് നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ കൈവിട്ടു പോകാൻ പാടില്ല എന്നുള്ളത് ട്രംപിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും കൂടിയാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് പോകുന്നത്. ഇത് ഇത്താമിർ ബെൻഗിവിർ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. പുള്ളിക്കാരൻ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിറിയയുടെ ഉള്ളിൽ നിന്നും 7000 ISIS ഭീകരന്മാരെ ഇറാഖിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതായത് ISIS നിങ്ങൾ ഇനി സിറിയക്കുള്ളിൽ വേണ്ട, നിങ്ങൾ കൂടും കിടക്കയും എല്ലാം പിറക്കിക്കൊണ്ട് ഇറാഖിൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇറാഖിൻ്റെ ISIS അനുകൂലികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ പക്കൽ പോയിട്ട് നിങ്ങൾ അവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുമെന്ന് പറഞ്ഞിട്ട് ടെൻറ്റും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ IS കാരനാണ് സിറിയ ഭരിക്കുന്നത്. എന്നിട്ടാണ് IS കാരെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ട് സിറിയക്കുള്ളിൽ. അത് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ അർമേനിയ ഒരു മിലിറ്ററി മോബ് ഡ്രിൽ, അപ്പോൾ അതിൽ ഇന്ത്യയുടെ വെപ്പൺസ് ഒക്കെ കുറച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ATACMS, ഹോവിറ്റ്സേഴ്സ്, അതുപോലെ തന്നെ പിനാക്ക മിസൈൽ സിസ്റ്റം, ഇതെല്ലാം തന്നെ ഉപയോഗിച്ച് നല്ലൊരു മാർഷൽ ഡ്രില്ലാണ് അവിടെ കാഴ്ചവെച്ചത്. അതിനെ തുടർന്ന് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള അപ്രിസിയേഷനും കൂടി അവർ നൽകിയിട്ടുണ്ട്. ഇത് തുർക്കിക്ക് ഒട്ടും താല്പര്യപ്പെടുന്ന വിഷയമല്ല. കാരണം അർമേനിയയുമായിട്ട് ഇന്ത്യ സഹകരിക്കുന്നത് തുർക്കിക്ക് താല്പര്യമില്ല. തുർക്കി അസർബൈജാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അർമേനിയയിൽ ഇന്ത്യക്ക് ഒരു മിലിറ്ററി ബേസ് സ്ഥാപിക്കാനുള്ള താല്പര്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. 6-ാം തീയതി രാത്രി ഇറ്റലിയിൽ വിന്റർ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ഇനോഗ്രേഷൻ സെറമണി ഉണ്ടായിരുന്നു. ആ ഇനോഗ്രേഷൻ സെറമണി അവസാനം വലിയ രീതിയിലുള്ള കലാപങ്ങൾക്കാണ് അവിടെ വഴിയൊരുക്കിയത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇനോഗ്രേഷൻ സെറമണിയിൽ ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ജോർജിയ മെലോണിയുമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ചർച്ചകളൊക്കെ നടത്തി സംസാരിച്ച് വളരെ ജോവിയലായിട്ട് തന്നെയാണ് ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അപ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് ഇസ്രായേലിന്റെ ടീമും അതേപോലെ അമേരിക്കയുടെ ടീം അവരുടെ ഫ്ലാഗ് ഓഫ് ചെയ്ത് വന്ന സമയത്ത് ഈ ഫ്രീ പാലസ്തീൻ ടീമുകൾ അതിനെ കണ്ടു നിൽക്കാൻ കൂട്ടാക്കിയില്ല. അവർ വല്ലാത്ത രീതിയിൽ ബഹളം വെച്ചു. അവരതിനെതിരെ പ്രതിഷേധമുയർത്തി. അപ്പോൾ അവിടെ ആ ഗ്രൗണ്ടിൽ തന്നെ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അതിന് ഇപ്പം ഇസ്രായേലിനെയും അമേരിക്കയും ഒഴിവാക്കണം. ആദ്യം ഇസ്രായേലിനെതിരെ ആയിരുന്നു, പിന്നീട് അമേരിക്കയ്ക്കെതിരെയും അവർ വല്ലാത്ത രീതിയിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി. അതിനെ തുടർന്ന് ന്യൂ ഇയർ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണോ ഇവർ പടക്കം പൊട്ടിച്ചത്, നേരിട്ട് ഫേസ് ടു ഫേസ് ഓപ്പോണന്റിന്റെ നെഞ്ചത്തോട്ട് തന്നെയാണ് ഇവർ വെടിവെക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന പടക്കങ്ങളെല്ലാം കൊണ്ടുവന്ന് പെട്ടെന്നൊരു ഗ്രൂപ്പ് എവിടെ നിന്ന് ചാടിക്കറി വന്ന് മൊത്തത്തിൽ അലമ്പാക്കി. വല്ലാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷമായിട്ട് ഇറ്റലിയിലെ മിലൻ തിളങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തിളക്കം എന്ന് പറഞ്ഞാൽ സെലിബ്രേഷന്റെ തിളക്കമല്ല, ഇത് ഇസ്രായേലിനോടും അമേരിക്കയോടുമുള്ള വിരോധം അണപൊട്ടി ഒഴുകുന്ന രംഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ പൊട്ടിത്തെറികളാണ് ഇവിടെ വീഡിയോയിൽ ഞാൻ വെച്ചിരിക്കുന്നത്. 2 സംഭവങ്ങൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയായെന്ന് പറഞ്ഞാൽ, ഒന്ന് കാനഡ $37 ബില്യൺ വർത്ത് വരുന്ന ഫൈറ്റർ ജെറ്റിന്റെ ഓർഡറുകൾ കാനഡ റദ്ദാക്കിക്കൊണ്ട് സ്വീഡന്റെ സൈഡിലേക്ക് പോയിരിക്കുകയാണ്. അത് ഏതാണ്ട് ഡീൽ ഉറപ്പായി. ട്രംപ് അതിനെതിരെ ശക്തമായ രീതിയിൽ വിമർശനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി കാനഡയ്ക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള പ്രഷർ പോളിസി ഉപയോഗിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ ഇറ്റലിയിലെ ജോർജിയ മെലോണി JD വാൻസുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. JD വാൻസ് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അവരുടെ ഇടയിൽ നല്ല രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക ഇറ്റലി അഥവാ അമേരിക്ക യൂറോപ്പ് ബന്ധം ഒന്നുകൂടെ മെച്ചപ്പെടാൻ ജോർജിയ മെലോണി കാരണമാകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് JD വാൻസ് മടങ്ങിയെങ്കിലും JD വാൻസ് മടങ്ങിയതിൻ്റെ തൊട്ട് പുറകെ തന്നെ ജോർജിയ മെലോണി ഒരു ഷോക്കിംഗ് മെസ്സേജ് അങ്ങ് പാസ് ചെയ്യാണ്. അത് ഗാസ പീസ് അക്കോർഡിൽ നിന്നും ഇറ്റലി പുറത്തോട്ട് പോവാണ്. ഗാസ പീസ് അക്കോർഡിൽ മെമ്പർ ആവുമെന്ന് സമ്മതം അറിയിച്ചിരുന്ന ജോർജിയ മെലോണി അവരുടെ വാക്ക് മാറ്റിയിരിക്കുകയാണ്. അത് കാരണം വേറെ ഒന്നുമല്ല, ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണെന്നുള്ള തിരിച്ചറിവാണ് അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് വാർത്തകൾ പറയുന്നത്. ഈ ഗാസ പീസ് അക്കോർഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന്റെ അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, അല്ലാതെ ഇതിനകത്ത് പീസും ഒരു തേങ്ങയൊന്നുമില്ല.
അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ പാകിസ്ഥാനെ പോലത്തെ രാജ്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് ഒരു കൂട്ടായ്മയായിട്ട് നിന്ന് അമേരിക്ക നേതൃത്വം നൽകിക്കൊണ്ട് ഗാസയിലേക്ക് പോവാം. പേര് പറയാം: പാകിസ്ഥാൻ, അസർബൈജാൻ, ഇന്തോനേഷ്യ, ഇതേപോലത്തെ കുറച്ച് രാജ്യങ്ങൾ. ഇവരൊക്കെയാണല്ലോ സമ്മതം അറിയിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടി അമേരിക്കയിൽ ട്രംപ് നേതൃത്വം നൽകിക്കൊണ്ട് ഗാസ പീസ് അക്കോർഡ് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ പീസ് അക്കോർഡ് നടക്കുന്നത് അമേരിക്കയിലും ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നതെല്ലാം അമേരിക്കയിലുമാണ്. ഗാസ ഇരിക്കുന്നത് ഇവിടെ ഇസ്രായേലിന്റെ തൊട്ട് താഴെയാണ് ഗാസ ഇരിക്കുന്നത്. ഇതാണ് പീസ് അക്കോർഡും ഗാസയും തമ്മിലുള്ള ദൂരം. റഷ്യക്കുള്ളിൽ ഇന്നലെ ഒരു അജ്ഞാതൻ കത്തിയെടുത്ത് അറഞ്ചം പുറഞ്ഞ വിളയാടിയിട്ടുണ്ട്. കാണുന്നവരെല്ലാം കത്തി വെച്ച് അങ്ങ് കുത്തി. റഷ്യയിലെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഇൻസിഡന്റ്. അപ്പം ഇതിനെ തുടർന്ന് പരിക്കേറ്റവരിൽ 4 ഇന്ത്യക്കാരുണ്ട്. 4 ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അവർ ഇപ്പോൾ ചികിത്സയിലാണ്. ഇതിനെക്കുറിച്ച് റഷ്യൻ ഗവൺമെൻറ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ കുത്തിയാളിനെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുത്തിയാളിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇത് ശരിക്കും ഉക്രൈൻ എന്ന് പറഞ്ഞ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ, ഇല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും പ്രത്യേക വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടായിരുന്നോ? ഇതെല്ലാം ഇപ്പം റഷ്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇന്നലെ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. ഉക്രൈൻ്റെ ഉള്ളിലുള്ള ഒരു ഓയിൽ റിഫൈനറി നിന്ന് കത്തുന്ന രംഗമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ റഷ്യക്കുള്ളിലുള്ള ഒരു കെമിക്കൽ പ്ലാന്റ് കത്തുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രത്യാഘാതമാണ് ഇവിടെ ഇപ്പോൾ ഉക്രൈൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. ഈ തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ റഷ്യ ഡോമിനേറ്റ് ചെയ്യും. അത് തന്നെയാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ട് സംസാരിച്ച് ഈ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താൻ പോകുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിട്ട് ഒരാഴ്ച കൂടുതലായി. അപ്പോൾ അത് ഇമ്മാനുവൽ മാക്രോൺ വളരെ എഫക്റ്റീവായിട്ട് തന്നെ ആ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ട്രംപ്, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കളി ട്രംപ് വിടാതെ തുടരുകയാണെന്നുള്ളത്. അതായത് ഇപ്പോൾ ബിറ്റ്കോയിൻ അഥവാ ഈ ക്രിപ്റ്റോ കറൻസി നേരിടുന്ന ഒരു പ്രതിസന്ധി. ഒരു ബിറ്റ്കോയിന് $1,22,000 എന്ന നിലയിൽ തുടർന്നിരുന്ന ബിറ്റ്കോയിൻ ഇപ്പം $60,000 എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത്രയ്ക്ക് ബിറ്റ്കോയിൻ തകർന്നടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർക്കൊക്കെ വൻ നഷ്ടമുണ്ടായിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ട്രംപ് അതിനെ തുടർന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കൂ. അതായത് ഒരു രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തി ഇപ്പം ക്രിപ്റ്റോ കറൻസിയോ ബിറ്റ്കോയിനോ ഏതെങ്കിലും കോയിൻ ആയിക്കോട്ടെ, ട്രംപ് കറൻസി തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ സ്റ്റോക്കിൽ ബാഡായിട്ട് പെർഫോം ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വീറ്റ് ഇടുന്നത്? ഇതുവരെ ഈ ബിറ്റ്കോയിനെയോ ക്രിപ്റ്റോ കറൻസികളെയോ US ഫെഡറൽ റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടില്ല. ഫെഡറൽ റിസർവിനെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കും, ബിറ്റ്കോയിനിൽ നിക്ഷേപം നടത്തിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതായത് ബിറ്റ്കോയിനിലേക്ക് മാർക്കറ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു എഴുത്താണിത്. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ എടുത്തു പറയുന്നത് ഡൊണാൾഡ് ട്രംപ് മാർക്കറ്റിൽ കളിക്കുന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത്. ഇത് അതിന്റെ നഗ്നമായ തെളിവാണ്. ബിറ്റ്കോയിൻ ഇറങ്ങട്ടെ കയറട്ടെ, ഇയാൾ എന്തിനാണ് ഇപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ എഴുതി കുറിച്ചിടുന്നത്? ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ വ്യവസ്ഥ വെച്ച് നിങ്ങൾ നോക്കണ്ട, ബിറ്റ്കോയിൻ ഭയങ്കരമായിട്ട് കയറി അങ്ങ് മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബെഡായൊക്കെ അടിച്ചിട്ടുണ്ട്. അതായത് മനസ്സിലാക്കേണ്ട വിഷയം വേറെ ഒന്നുമില്ല. ഇപ്പൊ ബിറ്റ്കോയിന്റെ വില താന്നടിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ ട്രംപിന്റെ ബന്ധുക്കളിൽപ്പെട്ട കുറേ ആൾക്കാർ ബിറ്റ്കോയിൻ ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ 60,000 ഉള്ളേ പർച്ചേസ് ചെയ്യാൻ. ഇപ്പോൾ വളരെ ചീപ്പ് കോസ്റ്റിന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇപ്പോൾ ട്രംപ് വന്നിട്ട് ബിറ്റ്കോയിനിൽ അമേരിക്കൻ ഫെഡിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നുള്ള പ്രസ്താവനയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഇനി ആൾക്കാർ തുരിതരാ ബിറ്റ്കോയിനിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അപ്പോൾ എന്നിട്ട് വീണ്ടും ഇത് കയറി അങ്ങ് 1,22,32 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോകും. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? വീണ്ടും ഇവർ ആ ഹൈ പ്രൈസിൽ വെച്ചിട്ട് വിൽക്കും. ഈ ട്രംപിന്റെ ബന്ധുക്കളെല്ലാം തന്നെ ഈ ബിറ്റ്കോയിൻ ഒരു $1,22,000 എന്ന് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം വിറ്റ് തുലയ്ക്കും. ഇവരെല്ലാം വിറ്റൊഴിവാക്കി കംപ്ലീറ്റ് പ്രോഫിറ്റും കയ്യിലെടുത്തിട്ട് ഈ ബിറ്റ്കോയിൻ വീണ്ടും തകർന്നടിഞ്ഞ് താഴോട്ട് വരും. ആൾക്കാർ ബൾക്കായിട്ട് വിറ്റൊഴിവാക്കുമ്പോൾ ബിറ്റ്കോയിൻ സ്വമേധയാ ഇടിഞ്ഞു തുടങ്ങും. അങ്ങനെ ഇടിഞ്ഞു തുടങ്ങുമ്പം പിന്നെ അപ്കമിങ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും തന്നെ അവിടെ പെട്ടെന്ന് വരില്ല. താഴോട്ട് പോകുമ്പോൾ അമേരിക്കയിലുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനെ വീണ്ടും പർച്ചേസ് നടത്തും. എന്നിട്ട് വീണ്ടും ബിറ്റ്കോയിനിലേക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു, ഇത് കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് പ്രസിഡന്റിനെ കൊണ്ട് തന്നെ പ്രസ്താവനയിട്ട് ഇതിനെ ഫേക്ക് ആയിട്ട് നറേറ്റ് ചെയ്ത് ഇതിനെ ബൂം ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റുകൾ വരും, ഇവർ ലാഭം കൊയ്യും, എന്നിട്ടൊരു വിറ്റ് ഒഴിവാക്കും. ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു വേവ് ഫീലിംഗ് കൊണ്ടുവന്ന് ബാധിപ്പിക്കും. ഇവർക്ക് കിട്ടേണ്ട ലാഭം ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടെക്നിക്. ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിക്കോട്ടെ, ഈ ബിറ്റ്കോയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രത്തോളം വോളറ്റൈലായിട്ട് പോയതും സ്വർണ്ണവില ഇത്രമാത്രം കുതിച്ചു വരുന്നതിനും കാരണം ഈ മഹത് വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അയാൾ കാണിച്ച പ്രവൃത്തിയാണ് ഇമാതിരി മാർക്കറ്റ് വോളറ്റൈലായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫർദർ ഡെവലപ്മെന്റ്സുകൾ അടുത്ത വീഡിയോയിൽ അറിയിക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.